ഹലോ ഗായ്സ്, വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മോർണിംഗ് റൊട്ടീൻ വീഡിയോയാണ്. അപ്പോൾ ഈ മോർണിംഗ് റൊട്ടീനിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കൊറിയൻ കൾച്ചറൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:55 അപ്പോൾ ഒപ്പാക്ക് രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പാടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് കൊറിയൻ കൾച്ചറൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇങ്ങനെ ആദ്യമൊക്കെ ഒപ്പാക്ക് ഇങ്ങനെ രാവിലെ ഒപ്പ ഓഫീസിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒപ്പ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഉണ്ടാക്കേണ്ട വേണ്ട കുഴപ്പമില്ല. അതേപോലെ തന്നെ അലാറം വെച്ചിട്ട് ഒപ്പ രാവിലെ ഒരു 5:40 എണീക്കും. ആ സമയത്ത് എണീക്കുന്ന സമയത്ത് ഞാനും കൂടെ എണീക്കുമ്പോഴത്തേക്ക് ഒപ്പ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നീ എണീക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല, കിടന്നോന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ തടകി തരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്താ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താ. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സത്യത്തിൽ ഇതൊരു കൊറിയൻ കൾച്ചറായിരുന്നു. ഈ ഹസ്ബൻഡുമാരിങ്ങനെ രാവിലെ ഓഫീസിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, അതായത് വൈഫും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെ എണീച്ച് സ്വന്തമായിട്ട് റെഡിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ ഓഫീസിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ രാവിലെ എണീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കുമെന്ന്. അപ്പോൾ പിന്നീടാണ് ഒപ്പം പറഞ്ഞത് ഇത് കൊറിയൻ കൾച്ചറാണ്. അതായത് ഇപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, അതായത് ഹസ്ബൻഡ് വൈഫായാലും പരസ്പരം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരൊന്നും, അതായത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വൈഫ് രാവിലെ എണീച്ച് ഹസ്ബൻഡ് എണീക്കുന്ന സമയത്ത് തന്നെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വൈഫ് നല്ലൊരു വൈഫല്ല, ആ രീതിക്കൊക്കെയാണ് ചില ആൾക്കാരുടെ സംസാരം. പക്ഷേ കൊറിയയിലെന്ന് പറഞ്ഞാലും ഇപ്പോൾ രാവിലെ എണീച്ച് പോകുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അവർ എണീച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ കുറേ നാളൊക്കെ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒപ്പയുടെ കമ്പനിയിൽ തന്നെ ഫുഡ് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, അവിടെ നിന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു, എന്താ പറയുക, നമ്മുടെ ഒരു ഇന്ത്യൻ മൈൻഡ് ഉണ്ടല്ലോ, എൻ്റെ ആ ഇന്ത്യൻ മൈൻഡ് എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ രാവിലെ ഫുഡ് ഉണ്ടാക്കി തരണം, അത് ബുദ്ധിമുട്ടൊന്നുമല്ല, എന്താ പറയുക, എനിക്ക് ഉണ്ടാക്കി തരാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ പറഞ്ഞു, എന്നാൽ ശരി, നിനക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓഫീസിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകല്ല. അങ്ങനെ ഓഫീസിൽ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഒപ്പാടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്താ പറയുക ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഒപ്പാടത്ത് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ട് 25 വർഷം ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് രാവിലെ കിട്ടിയിട്ടില്ല, നീ ഭയങ്കര ലക്കുള്ള ആളാണെന്നൊക്കെ ഇങ്ങനെ ഒപ്പാടത്തിങ്ങനെ അവരിങ്ങനെ പറയും. അപ്പോൾ ആ പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്ന ആളിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇത് ഞാൻ വലിയ ഒരു സംഭവം ചെയ്തതൊന്നുമല്ല. സാധാരണ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ എല്ലാ വൈഫുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ചെയ്ത ആ ഒരു കാര്യത്തിന് ഒപ്പാടെ കയ്യിൽ നിന്ന് ഇത്രയും അപ്രിസിയേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊറിയൻ ഹസ്ബൻഡുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ വൈഫ് എടുക്കുന്ന എഫേർട്ടുകളുണ്ടല്ലോ, അതിനെല്ലാത്തിനും ഇവർ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരാണ്. അതായത് എല്ലാത്തിനും എപ്പോഴും താങ്ക്ഫുള്ളായിരിക്കും. ഞാനിപ്പോൾ ഒപ്പാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുമല്ലേ, അവിടെ ചെന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കും, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു, താങ്ക് യു. അതേപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്ന വൈഫിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള മെസ്സേജ് അയക്കും. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് ആ മെസ്സേജൊക്കെ കാണുമ്പോൾ സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രാവിലെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എണീച്ചിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉപ്പയുടെ കയ്യിൽ നിന്ന് ആ മെസ്സേജൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഒരാളെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉപ്പയുടെ ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലുള്ള വൈഫുകളുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ നാട്ടിലെ വൈഫുകൾ ചെയ്യുന്നതിൻ്റെ ഒരു 10% പോലും ഞാനിവിടെ ചെയ്യുന്നില്ല. എന്നിട്ടും എനിക്ക് ഇത്രയും നല്ല എന്താ പറയുക, ഒപ്പാടെ കയ്യിൽ നിന്ന് ഇത്രയും നല്ലൊരു അപ്രിഷ്യേഷൻ കിട്ടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ചില ഹസ്ബൻഡുകളുണ്ട്, ഭാര്യമാർ എന്ത് ചെയ്ത് കൊടുത്താലും ഒരു എന്താ പറയുക, ഒരു താങ്ക് യു എന്നുള്ളൊരു വാക്ക് പോലും ചിലപ്പോൾ പറയാതെ, അല്ലെങ്കിൽ ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് പോലും പറയാതെ വെറുതെ കഴിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ഇതും ഇല്ലാതെ എണീച്ച് പോകുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ വൈഫുകളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ളൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ പണിയെടുത്ത് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടും അവരുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു നല്ലൊരു വാക്ക് കേൾക്കാൻ പറ്റാത്ത ഇത്രയും പേരുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ചേട്ടന്മാരുണ്ടെന്നുണ്ടെങ്കിൽ വൈഫ്
ഷെഫിൻ്റെ അടുത്ത് ഇന്നത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി തന്നതിന് താങ്ക് യു എന്നൊക്കെ ഒരു വാക്ക്, ചിലപ്പോൾ ഒരേ ഒരു വാക്ക് മതി. എനിക്ക് തോന്നുന്നു നമ്മുടെ ലേഡീസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ നമ്മളെടുത്ത എഫേർട്ടിന് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാക്ക് കേട്ടാൽ മതി, നമുക്ക് എന്താ പറയുക, ഭയങ്കര വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് കിട്ടിയ അതേ ഒരു ഫീലിംഗ് ആയിരിക്കും ഗൈസ്. അപ്പം എല്ലാവരും എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലുള്ള ആരായാലും, അത് ആണെങ്കിൽ പോലും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ സിസ്റ്റർ ആണെങ്കിൽ പോലും, നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും എഫേർട്ട് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് നമ്മളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം. അത് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ നേരെ കുഞ്ഞിക്ക് ഫുഡ് കൊടുത്തു. ഒപ്പം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ കുഞ്ഞി നേരെ ഫുഡ് കഴിച്ചതിന് ശേഷം, അതായത് കുഞ്ഞി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ ഗൈസ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ ഇനി നേരെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. ഞാനൊരു 7:30, 8:30 വരെയൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ട് രാവിലെ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിയും കൂടെ ബെഡിൽ വന്ന്, നോർമലി ഞങ്ങൾ കുഞ്ഞിയെ ബെഡിൽ കിടത്താത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം വളരെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ ബെഡിൽ കിടത്തി ഉറക്കുമായിരുന്നു. കൊച്ചായിരുന്ന സമയത്ത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ അടുത്ത് വെച്ചിങ്ങനെ കിടത്തിയതിന് ശേഷം, ഇവൻ വലുതായതിന് ശേഷം ഞാൻ അവൻ്റെ കൂട്ടിക്കൊണ്ട് കിടത്തുമായിരുന്നു. ആ സമയത്ത് ഇവൻ എപ്പോഴും എന്താ പറയുക, തറയിൽ മൂത്രമൊഴിച്ച് വയ്ക്കും. അതായത് ബെഡിൽ കിടത്താത്തതിൻ്റെ ദേഷ്യം തീർക്കുന്ന അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അതിനുശേഷം ഇതുവരെ ഇവനെ രാത്രി ഞങ്ങൾ ബെഡിൽ കിടത്തിയിട്ടേ ഇല്ല. എപ്പോഴും അവൻ്റെ കൂട്ടിൽ മാത്രമാണ് അവനെ കിടത്തുന്നത്. അപ്പോൾ ഒപ്പം പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇപ്പം ഈ റൂമിലോട്ട് വരാൻ വേണ്ടി സമ്മതിച്ചത്. റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വിചാരം അവനാണ് എന്താ പറയുക, ഈ വീടിൻ്റെ രാജാവ്, അല്ലെങ്കിൽ ഈ ബെഡിൻ്റെ അവകാശി അവനാണെന്നുള്ള രീതിക്കാണ് അവൻ്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്തു കൊടുക്കണം. അവന് കൈ കടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ കാണിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവന് മാന്തണമെന്നുണ്ടെങ്കിൽ അവന് ഏത് ഭാഗത്താണ് മാന്തേണ്ടത് അത് കാണിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഭയങ്കര വഴക്കാണ്. ഈ പട്ടിക്കുട്ടികൾ ഇങ്ങനെ മനുഷ്യരുമായിട്ട് ഇങ്ങനെ വഴക്കൂടുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പം ഭയങ്കര വഴക്കാണ്. അവൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തറയിലങ്ങ് പമ്മി ഇരുന്നതിന് ശേഷം പല രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂടെ വഴക്ക് കൂടും. അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ചില സമയത്ത് അവൻ ഇങ്ങനെ എൻ്റെ കൂടെ വഴക്ക് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ അതും ഇതൊക്കെ ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ അവനടുത്ത് ഇറങ്ങി പോകാനൊക്കെ പറയുകയൊക്കെ ചെയ്യുക. അതിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പമ്മി കിടന്നതിന് ശേഷം അവൻ്റേതായ രീതിയിട്ട് അവൻ എൻ്റെ അടുത്ത് എപ്പോഴും വഴക്ക് കൂടാറുണ്ട്. അപ്പം ഞാനും കുഞ്ഞിയുടെ ഒരു 8:30 മണി വരെ കിടന്നുറങ്ങും. ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് ഇനി ഞങ്ങൾ. അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് വഴുതനങ്ങ തീയലും ദോശയാണ്. അപ്പം എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ദോശയുടെ ഏത് കറി കിട്ടിയാലും ഞാൻ കഴിക്കും. പ്രത്യേകിച്ചും തലേദിവസത്തെ മീൻകറി, വറ്റിച്ച മീൻകറി, പ്രത്യേകിച്ചും ചൂര മീൻകറി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ തന്നെ ദോശയുടെ ഏത് കറിയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുഞ്ഞിയും കൊണ്ട് നടക്കാൻ ഇറങ്ങി. ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ പണ്ട് എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നാട്ടിലായിരുന്ന സമയത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് പവർ കട്ടില്ലാത്ത സ്ഥലത്ത് താമസിക്കണമെന്ന്. അപ്പോൾ കൊച്ചിലെ പോലുള്ള ആഗ്രഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മഴ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ മഴ പെയ്യുമ്പോൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പേടിയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇനി എപ്പോൾ വരും, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റൂലല്ലോ, അതേപോലെ തന്നെ ഇരുട്ടല്ലേ, ആ ഒരു രീതിക്ക് മഴ എവിടെയെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്ന സമയത്ത് മനസ്സിലൊരു ടെൻഷനാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ പണ്ട് എപ്പോഴും ഇങ്ങനെ കൊച്ചിലെ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ്, ആ മഴ പെയ്യുന്ന സമയത്ത് കറണ്ട് പോകാത്തൊരു നാട്ടിൽ താമസിക്കണമെന്ന്. പിന്നെ അതിനുശേഷം വലുതായ സമയത്ത് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലാറ്റ്, അതായത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. അതായത് ഒരുപാട് മരങ്ങളുണ്ട്. അതേപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് മരങ്ങളൊക്കെ ആടുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ കട്ട് എന്ന് പറയുന്ന ഒരു
സാധനമേ ഇവിടെ ഇല്ല. ഇനി എത്ര മഴ വന്നാലും, ഇനി എന്തൊക്കെ കൊടുങ്കാറ്റ് വന്നാലും, എന്തൊക്കെ വന്നാലും ഇവിടെ പവർ കട്ട് എന്ന് പറയുന്ന ഒരേ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്തെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്യുന്നത് കാണാം, അതേപോലെ തന്നെ കറണ്ടും പോകുന്നില്ല. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ചില സംഭവങ്ങളുണ്ട് നമ്മൾ മറന്നു പോയാലും ദൈവം മറക്കാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു അതിലൊന്നാണ് ഞാൻ കൊച്ചിലെ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം, മഴ പെയ്യുന്ന സമയത്ത് കറണ്ട് പോകാത്തൊരു സ്ഥലത്ത് താമസിക്കണമെന്ന്. അപ്പോൾ അത് നടന്നു കിട്ടി. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 9:30 മണിയായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇനി ജിമ്മിലൊക്കെ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.